എല്ലാവർക്കും മലയാളി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ തനി നാടൻ പുളിഞ്ചിക്കറിയാണ്. ഈ പുളിഞ്ചിക്കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: പുളി ഒരു 150 ഗ്രാം, 2 വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, വേപ്പില, കുറച്ച് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന പച്ചമുളകാണ് ഏറ്റവും ഉത്തമം, അത് കുറച്ച്, അതല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളക് ആവാം, വറ്റൽമുളക്, ശർക്കര, ഉപ്പ്, കുറച്ച് നാളികേരം ചിരകിയത്, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി. നമ്മൾ ഇഞ്ചിപ്പുളിയിലേക്ക് വേണ്ട പുളി നമ്മൾ ആദ്യം അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ട് 1.5 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ചെടുക്കണം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു അര സ്പൂണ് ഉലുവമണി, പിന്നെ എപ്പോഴും പുളിഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം നല്ല നീളമുള്ള ചട്ടകാണ് ആവശ്യം. ഇപ്പോൾ ഉലുവ മൂത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇടുക. ഇനി ഒരു 1.5 സ്പൂണ് കടുക് ഇടാം. വേപ്പിലിടാം. ഇതിലേക്ക് ഒരു 4 സ്പൂണ് ഇത്രക്ക് ചിരകിയ നാളികേരം ഇടാം. ഇഞ്ചി ഇടാം, പച്ചമുളക് ഇടാം, 4-5 ചുള വെളുത്തുള്ളി ഇടാം. നന്നായി വറക്കുക. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 വലിയ സ്പൂണ് മല്ലിപ്പൊടി, ഒരു വലിയ സ്പൂണ് മുളക് പൊടി. ഇത് നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിക്കുക. രണ്ട് വലിയ സ്പൂണ് ഉപ്പും പൊടി വേണം. നന്നായി തിളച്ച് വറ്റിക്കണം. ഇപ്പോൾ നമ്മൾ പുളിഞ്ചിക്കറി തിളച്ച് കുറേയൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് ഉലുവപ്പൊടി ചേർക്കാം. ഒരു 1/2 സ്പൂണ് കായംപൊടി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കണം. ഇനി ഇതിലേക്ക് 4 അച്ച് വലിയ ശർക്കര കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് കൊടുക്കാം.
ഈ ശർക്കര നമ്മൾ ഇളക്കി അലിയിപ്പിക്കണം. ഇപ്പോൾ ഇതിലെ ശർക്കരയൊക്കെ അലിഞ്ഞ് കുറുകി ഇഞ്ചിക്കറി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്കറി തയ്യാർ. ഈ പുളിഞ്ചിക്കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി പിന്നെ കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.